സിഗരറ്റ് വലി ഹറാമാണ്. ചില യുവാക്കളൊക്കെ ചിലപ്പോൾ സിഗരറ്റ് വലിച്ചു തുടങ്ങുന്നത് തങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ആളാവാനോ ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ പോലെ ആവാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും അവൻ അത് ഉപേക്ഷിക്കാൻ പറ്റാതാവും. കാരണം അതിൽ ടൊബാക്കോയിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് അവൻ അതിനോട് അഡിക്റ്റഡ് ആക്കും. അവൻ അതില്ലാതെ പിന്നെ പറ്റില്ല. അവന് വയറ്റിൽ നിന്ന് കളയാനായിട്ട് ഒരു സിഗരറ്റ് വേണം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു സിഗരറ്റ് വേണം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വേണം, ഇനി ഏതെങ്കിലും ബസ്സിനോ ട്രെയിനിനോ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ന് തുടങ്ങി പലപ്പോഴായിക്കൊണ്ടൊരു ദിവസം അവന് സിഗരറ്റ് വലി നിർബന്ധമായി തീരും. ഇത് എത്രമാത്രം ദോഷവും ദ്രോഹമാണ് അവന്റെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാണാം, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ നാശത്തിലോട്ട് വലിച്ചെറിയരുത്. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ വധിക്കരുത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കാരുണ്യമുള്ളവനാണ്. ഈ പറഞ്ഞിട്ടുള്ള ആയത്തിൽ നിന്ന് ഉലമാക്കൾ തെളിവെടുത്തിട്ടുള്ളത് പലതരങ്ങളിലാണ്. ആദ്യമായിക്കൊണ്ട് ഈ വിഷയത്തിലുള്ള പോലെ ഒരുവരും അവന്റെ സ്വന്തത്തോട് യാതൊരു നിലക്കുമുള്ള ദോഷമോ ദ്രോഹമോ ചെയ്യരുത് എന്നുള്ളത്. രണ്ടാമതായിക്കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നവർക്കെതിരെ ഇതിൽ തെളിവുണ്ട്. മൂന്നാമതായിക്കൊണ്ട് മറ്റുള്ള മനുഷ്യരെ വധിക്കുന്നവർക്കെതിരെ ഇതിൽ തെളിവുണ്ട്. കൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദററ വലാ ദിറാർ. ഇതൊരു ഖായിദ ആയിക്കൊണ്ട് ഉലമാക്കളും പറഞ്ഞു, അദ്ദററു യുസാൽ. അതായത് ചില വിശദീകരണങ്ങൾ പ്രകാരം നമ്മൾ നമ്മുടെ സ്വന്തത്തോടോ മറ്റുള്ളവരോടോ ദ്രോഹം ചെയ്യരുത്. അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ സിഗരറ്റുകളുടെ പാക്കറ്റുകളുടെ മേളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സ്മോക്കിംഗ് കിൽസ്, സിഗരറ്റ് വലി നിങ്ങളെ കൊല്ലുന്നുവെന്ന്. അവൻ ഓരോ സിഗരറ്റ് കത്തിക്കുന്നോറും യഥാർത്ഥത്തിൽ ആ സിഗരറ്റ് അവനെയും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശേഷം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത് ചെയ്യാൻ കഴിയുക? അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളിൽ നിന്ന് ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു മനുഷ്യനില്ലേ? WHO-യും CDC-യും AMA-യും പോലെയുള്ള പല ഓർഗനൈസേഷനുകളും ഇത്തരം ദോഷങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കേട്ട ശേഷവും ഇതിനാൽ മൗത്ത് ക്യാൻസറോ ലങ് ക്യാൻസറോ എന്ന് തുടങ്ങിയ പലതരം ക്യാൻസറുകളും മറ്റു രോഗങ്ങളും അതുപോലെ തങ്ങളുടെ കുടുംബങ്ങളുടെ ഇടയിലടക്കം വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്നെല്ലാം തിരിച്ചറിഞ്ഞിട്ടും മനുഷ്യൻ ഇത്തരം ദേഹേച്ഛകൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നമുക്ക് പരാതിപ്പെടുവാനുള്ളത്.